ബസ് വരുന്നതിന് മുമ്പ് ഇവർ റെഡി ആയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. പോകുന്നതിന് മുമ്പ് ആ യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ നിന്ന് ഫുട്ബോൾ തട്ടും. അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസിനിടയ്ക്ക് ബസ് വന്നു, ഓടിപ്പിടിച്ച് രണ്ടെണ്ണത്തിനെയും കൂടെ കയറ്റി വിട്ടു. ഇന്ന് എൻ്റെ ഇൻഡോർ പ്ലാന്റിന് കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. കാരണം അതുങ്ങളുടെ ഇലയൊക്കെ ചെറുതായിട്ട് മഞ്ഞപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒഴിക്കുന്നതാണ്. പക്ഷേ DAP നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പക്ഷേ ഇൻഡോർ പ്ലാന്റിന് ഒന്നും കൂടെ അത് വലിച്ചെടുക്കാൻ എളുപ്പം നമ്മൾ വെള്ളത്തിൽ അലിയിച്ചിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ DAP ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ അതിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. എൻ്റെ വീടിനുള്ളിലെ ചെടികളൊന്നും പെർമനൻ്റ് അല്ല. ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും. വീടിനുള്ളിൽ നല്ല ചൂടാണ് ഈ സമയത്ത്. അപ്പോൾ മഴ വരുമ്പോൾ മഴയത്തെടുത്ത് വയ്ക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തിരിച്ചു വയ്ക്കും. ചെടികളിങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ടേക്ക് കെയറും അതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ വെള്ളം നോർമലി ഒഴിക്കുന്നതിലും 2 ദിവസമൊക്കെ ലേറ്റായി പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്നാണ് അത് ഡാമേജ് ആയി പോകുന്നത്. ഇൻഡോറിലിരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ എൻ്റെ സിറ്റൗട്ടിലൊക്കെ ഇരിക്കുന്ന ചെടികൾക്ക് അത്ര പെട്ടെന്ന് ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കാൻ ലേറ്റ് ആയാലും ഇതുപോലെ പെട്ടെന്നൊരു ഡാമേജ് കാണാറില്ല. ഈ വാട്ടറിംഗ് ക്യാൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. തറയിലൊന്നും വെള്ളം വീഴാതെ നമുക്ക് സേഫായിട്ട് ഒഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ എടുത്ത് ഒഴിച്ചിരിക്കുന്ന ഫ്ലവർ വേസിലെ ഫ്ലവറില്ലേ, അത് ഫാബിക്കുട്ടൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. യൂട്യൂബൊക്കെ നോക്കി. നല്ല രസമുണ്ട് കാണാൻ, കളർ കോമ്പിനേഷനൊക്കെ കൊള്ളാം. ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നടക്കുന്ന സമയങ്ങളിലാണ് ഓരോ ചെടിയുടെ ഉള്ളിലിരിക്കുന്ന സംഭവങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ വെള്ളം ഒഴിച്ച് ചെന്നപ്പോൾ നിറയെ ഉറുമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് അതുങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കി. അപ്പോൾ ഇന്നത്തെ ചെടി പരിപാലനമൊക്കെ അത്യാവശ്യം തീർത്തു. എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിയുമ്പം വീട് ഡിസോർഡറായി കിടക്കുന്ന കാണുമ്പം ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എനിക്കിന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.